പല പല ഗൗരവമേറിയ പ്രശ്നങ്ങളെ കൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കാറുണ്ട് അല്ലേ? എനിക്കിങ്ങനൊരവസ്ഥ വന്നു പോയല്ലോ, ഇങ്ങനൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി പോയല്ലോ, എന്താണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്നിങ്ങനെ നമ്മൾ ദീർഘനിശ്വാസപ്പെടുന്ന കാര്യങ്ങളുണ്ടല്ലോ. അതിനെയൊക്കെ നമുക്കൊന്നുമല്ലാതാക്കി മാറ്റാൻ പറ്റും. എങ്ങനെയാണെന്നറിയാമോ? ഇതത്ര വലിയ പ്രശ്നമൊന്നും അല്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊടുത്താൽ മതി. പ്രശ്നങ്ങളിലേക്കുള്ള ശ്രദ്ധ മനഃപൂർവ്വം കുറയ്ക്കുക. എന്നിട്ട് നമ്മുടെ സന്തോഷങ്ങളിലേക്ക്, നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക്, നമ്മുടെ അനുഗ്രഹങ്ങളിലേക്ക്, എൻജോയ്മെൻറ്റ്സിലേക്ക് ശ്രദ്ധ നന്നായി കൊടുക്കുക. അപ്പോൾ ആ പ്രശ്നത്തിൻ്റെ ആ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആ ചിന്തകൾ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നതാണ്. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ആസ്വദിച്ച് ബാക്കി സമയം ഉണ്ടെങ്കിൽ മാത്രം ആ പ്രശ്നത്തിൻ്റെ ചിന്തകളിലേക്ക് പോയാൽ പോരെ. സന്തോഷം, സങ്കടം എന്ന് 2 ഓപ്ഷൻസ് തരുമ്പോൾ അതിലാദ്യം സന്തോഷം എടുത്താൽ പോരെ. അങ്ങനെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനും ചെയ്യാനും ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് പോലും വരില്ല ഈ ഒരു കോംപ്ലിക്കേറ്റഡ് തോട്ട്സിലേക്ക് പോവാനായിട്ട് തന്നെ. ഈ ലോകത്തിലെ ഓരോ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് ചിന്തകളിൽ നിന്നാണ്. ഓരോരുത്തരും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അവരുടെ ചിന്തകളിലെ വ്യത്യാസം കൊണ്ടാണ്. നമ്മളെ നമ്മളാക്കിയിരിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. മറ്റുള്ളവർക്ക് ചിലപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയേക്കാം, പക്ഷേ അതിനെ വലുതാക്കി ചിത്രീകരിക്കാൻ നമുക്ക് താല്പര്യമില്ല. കാരണം അപ്പോൾ ആ പ്രശ്നത്തിൻ്റെ തീവ്രത കൂടിക്കൂടി വരികയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായിട്ടൊന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള അവസാനമായിരിക്കും. ചിന്തകളിൽ മിടുക്കരായിരിക്കണം നമ്മൾ. അതിലാണ് നമ്മുടെ സന്തോഷം, നമ്മുടെ ജീവിത വിജയം തന്നെ ഇരിക്കുന്നത്.